Hi dear students, welcome to our new class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെഡ്ജർ എന്താണെന്ന് പഠിച്ചിരുന്നു. അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ഫംഗ്ഷനായ ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ റെക്കോർഡിംഗ്, സെക്കൻഡ് ഫംഗ്ഷൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്ന ബുക്കിൻ്റെ പേരായിരുന്നു ലെഡ്ജർ. ലെഡ്ജറിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമേ നമ്മൾ കഴിഞ്ഞുള്ളായിരുന്നുള്ളൂ. ജേണലൈസിങ്, ജേണൽ എൻട്രി നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിലൊരു ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു അക്കൗണ്ട്സ് ഒക്കെ വരച്ചുകൊണ്ട് വരണം, ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതനുസരിച്ച് നമുക്ക് ഇന്ന് എങ്ങനെയാണ് ജേണലിൽ നിന്നും അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായ ലെഡ്ജറിലേക്ക് ഈ അക്കൗണ്ട്സ്, ഈ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ജേണൽ എടുക്കുക, ജേണൽ എൻട്രി നോക്കിയിട്ട് ലെഡ്ജറിലേക്ക് നമുക്കതിനെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ, അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹12,000 എന്നായിരുന്നു. അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ ഇന്നലെ എഴുതി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ഒരു എൻട്രിയുടെ പോസ്റ്റിങ് രണ്ട് അക്കൗണ്ടിൽ വരും. ഒരു അക്കൗണ്ടിന് ഡെബിറ്റും ഒരു അക്കൗണ്ടിന് ക്രെഡിറ്റും. ഇവിടെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിങ് രണ്ട് അക്കൗണ്ടിൽ വരും. ക്യാഷ് അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഇതിൻ്റെ പോസ്റ്റിങ് വരുന്നത്. അപ്പോൾ നോക്കിക്കേ, എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് നമ്മളിവിടെ ആദ്യം വരച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷിന് ഡെബിറ്റ് ആണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. 1 ജനുവരി ആയിരുന്നു. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, എമൗണ്ട് 12,000. അപ്പോൾ ഒരു പാർട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇനി ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ഇതിന്റെ പോസ്റ്റിംഗ് എവിടെയും കൂടെ വരും. ക്രെഡിറ്റ് ആസ്പെക്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല, ക്രെഡിറ്റ് ക്യാപിറ്റലിനാണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. സോ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. സോ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ക്യാഷ്. ഡേറ്റ് 1 ജനുവരി, എമൗണ്ട് 12,000. ഇങ്ങനെയാണ് ഒരു എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നായിരുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഡെറ്റർ ടു ക്യാപിറ്റൽ, ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ക്യാഷ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ടു ചേർത്ത് എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ ചേർത്ത് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രിയുടെ പോസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നായിരുന്നു. അതിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ. പർച്ചേസ് എന്ന എക്സ്പെൻസ് ക്യാഷ് പോയി. അപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് രണ്ട് അക്കൗണ്ടിൽ. ഏതൊക്കെ അക്കൗണ്ടിലാണ്? പർച്ചേസ് അക്കൗണ്ടിലും ക്യാഷ് അക്കൗണ്ടിലും. പർച്ചേസ് അക്കൗണ്ട് വരിക, മൂന്നാമത്തെ അക്കൗണ്ടായ പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു, ഡേറ്റ് 2 ജനുവരി ആയിരുന്നു. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, എമൗണ്ട് 6,000. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി ഇതിന്റെ ക്രെഡിറ്റ് ആസ്പെക്ട് എവിടെ വരും? ക്യാഷിനാണ് അല്ലേ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് വരിക, ഡേറ്റ് 2 ജനുവരി. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ പർച്ചേസസ്, എമൗണ്ട് 6,000. ഇവിടെ ക്യാപിറ്റലിന്റെ പേര് അർജുൻ എന്നായിരുന്നു ഓണറുടെ പേര്. അപ്പൊ അർജുൻസ് ക്യാപിറ്റൽ. രണ്ടാമത്തെ എൻട്രി പോസ്റ്റ് ചെയ്തു, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പർച്ചേസസിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ്, ക്യാഷ് കുറഞ്ഞു, ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസസ്. അപ്പൊ ഇപ്പൊ നോക്കിയാൽ ഈ ക്യാഷ് അക്കൗണ്ട് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അസറ്റ് ക്യാഷ് വന്നു ക്യാപിറ്റൽ വഴി, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്തു. അസറ്റ് പോയി, അപ്പോൾ കുറച്ച് നമ്മുടെ സാധനം മേടിച്ചപ്പോൾ പർച്ചേസസ് വഴി നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അന്നേരം നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ, പർച്ചേസ്ഡ് ഫർണിച്ചർ ആയിരുന്നു. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹2,000. അപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ, അതിൻ്റെ ജേണൽ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിങ് ഫർണിച്ചർ അക്കൗണ്ടിലും ക്യാഷ് അക്കൗണ്ടിലും. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ, ഡേറ്റ് എന്നായിരുന്നു? 3-ാം തീയതിയാണ്, 3 ജനുവരി. furniture account debtor to
ക്യാഷ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 2000. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഡെബിറ്റ് ആസ്പെക്ട് ഇവിടെ പോസ്റ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് എവിടെയാണ്? ക്യാഷ്. അപ്പോൾ ക്യാഷിൻ്റെ അവിടെ ക്രെഡിറ്റ് സൈഡ് വരിക. ഡേറ്റ് 3rd January. ബൈ, വീണ്ടും എഴുതുന്നതിനോട് ഡിറ്റർ ഇട്ടാൽ മതി. ബൈ ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ഫർണിച്ചർ അക്കൗണ്ട് എമൗണ്ട് 2000. അപ്പോൾ ഫർണിച്ചർ എന്ന അസറ്റ് വന്നു, ഡെബിറ്റ് ചെയ്തു, ക്യാഷ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. 4th January സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എൻട്രി ക്യാഷ് വന്നു അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നായിരുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലും സെയിൽസ് അക്കൗണ്ടിലും അതിൻ്റെ പോസ്റ്റിംഗ് വരും അല്ലേ? ക്യാഷ് ഡെബിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളത്തിൽ 4th January. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് 8000. ഡെബിറ്റ് ആസ്പെക്ട് റെക്കോർഡ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇനി അതിന്റെ ക്രെഡിറ്റ് വരുന്നത് എവിടെയാണ്? സെയിൽസ് അക്കൗണ്ട് അല്ലേ? അപ്പോൾ ഡേറ്റ് കോളത്തിൽ 4th January. ബൈ ക്യാഷ് സെയിൽസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ക്യാഷ് എമൗണ്ട് 8000. ഓക്കെ, ക്യാഷ് വന്നു അല്ലേ? ക്യാഷ് വന്നപ്പോൾ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്ന ഇൻകം ഉണ്ടായി, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കി. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ഓൺ 5th January. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ഫോർ ₹5,000. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. എൻട്രി എങ്ങനെയായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ? ബാങ്കിൽ അസറ്റ്, ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൂടി, ബിസിനസ് ചെയ്യുന്ന ക്യാഷ് പോയി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നായിരുന്നു എൻട്രി. അപ്പോൾ അതിൻ്റെ പോസ്റ്റിങ് എവിടെയൊക്കെ വരും? ബാങ്ക് അക്കൗണ്ടിലും വരും, ക്യാഷ് അക്കൗണ്ടിലും വരും അല്ലേ? ഡേറ്റ് എന്നാണ്? 5th January. എമൗണ്ട് 5,000. സോ 5th January ബാങ്ക് അക്കൗണ്ടിൽ വരിക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 5,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി ക്രെഡിറ്റ് എലമെന്റ് എവിടെയാണ്? ക്യാഷിന്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ വരിക. ഡേറ്റ് കോളത്തിൽ 5th January. ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് 5,000. ഓക്കെ, ദെൻ അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് ഓൺ 6th January. പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് എമൗണ്ട് 4,000. പർച്ചേസസ് എന്ന എക്സ്പെൻസ് ഉണ്ടായി, ക്യാഷ് അല്ല കൊടുത്ത്, ചെക്കാണ് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലേ? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് എവിടേക്ക് വരും? പർച്ചേസസ് അക്കൗണ്ടിലും ബാങ്ക് അക്കൗണ്ടിലും. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിൽ വരിക. പർച്ചേസ് അക്കൗണ്ട് നമുക്ക് ഇവിടെയുണ്ട്. ഡേറ്റ് 6th January. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് പോയില്ല, ചെക്കാണ് കൊടുത്തത്, അതുകൊണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എമൗണ്ട് 4,000. ഇനി ഡെബിറ്റ് ആയുള്ളൂ, ക്രെഡിറ്റ് എവിടെ വരും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ ക്രെഡിറ്റ് എവിടെയാണ്? ബാങ്ക് അക്കൗണ്ടിൽ. ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്, ബാങ്കിൽ നിന്ന് ക്യാഷ് പോയി. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വരും. ഡേറ്റ് 6th January. ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ, എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് ക്യാഷ് പോയത്? ബൈ പർച്ചേസസ്. ബൈ പർച്ചേസസ് അക്കൗണ്ട് എമൗണ്ട് 4,000. പർച്ചേസസ് നടത്തി, കയ്യിൽ നിന്ന് ക്യാഷ് അല്ല പോയത്, പർച്ചേസസിന് ഡെബിറ്റ് ടു ബാങ്ക്. ബാങ്കിൽ നിന്ന് കുറച്ച് ക്യാഷ് പോയി, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. പർച്ചേസസ് വഴി ക്യാഷ് പോയി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ. ഓൺ 7th January. ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് എമൗണ്ട് 3,000. ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാഷ് വന്നു, സെയിൽസ് എന്ന ഇൻകം ഉണ്ടായി അല്ലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എവിടെയൊക്കെ പോസ്റ്റിംഗ് വരും? ക്യാഷ് അക്കൗണ്ടിലും സെയിൽസ് അക്കൗണ്ടിലും. ക്യാഷിന് ഡെബിറ്റ്, സെയിൽസിന് ക്രെഡിറ്റ്. എമൗണ്ട് 3,000. അപ്പോൾ ക്യാഷിൽ വരിക. ഡേറ്റ് 7th January. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എമൗണ്ട് 3,000. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ഡെബിറ്റ് വന്നു. അപ്പോൾ ക്രെഡിറ്റ് എവിടെയാണ്? സെയിൽസിൽ. സെയിൽസ് അക്കൗണ്ടിൽ വരിക. ഡേറ്റ് കോളത്തിൽ 7th January. ബൈ
cash. Amount 3000. നോക്കിയേ, ക്യാഷ് വന്നു, ഡെബിറ്റ് ചെയ്തു, സെയിൽസ് എന്ന ഇൻകം ഉണ്ടായി, ക്യാഷ് ആണ് കിട്ടിയത്, ക്രെഡിറ്റ് അല്ല. അപ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓൺ 8th January പെയ്ഡ് ഇൻ ടു ബാങ്ക്. ഓൺ 8th January പെയ്ഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിലേക്ക് കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ. എമൗണ്ട് 2000 പെയ്ഡ് ഇൻ ടു ജനുവരി, പെയ്ഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ എൻട്രി എങ്ങനെയായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൂടി ക്യാഷിൽ പോയി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എവിടെയൊക്കെ പോസ്റ്റിംഗ് വരും? ബാങ്ക് അക്കൗണ്ടിലും ക്യാഷ് അക്കൗണ്ടിലും അല്ലേ. ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ടിൽ വരിക. ഡേറ്റ് 8th January. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് 2000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഡെബിറ്റ് ആയുള്ളൂ. ഇനി ഇതിന്റെ ക്രെഡിറ്റ് ആസ്പെക്ട് എവിടെ വരുന്നത്? ക്യാഷിൽ അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ വരിക. ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് 8th January. ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് 2000. ഓക്കെ, ബാങ്കിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൂടി, ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ടിൽ എമൗണ്ട് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. പെയ്ഡ് സാലറി ബൈ ചെക്ക് ഓൺ 9th January. പെയ്ഡ് സാലറി ബൈ ചെക്ക് ₹400. സാലറി കൊടുത്തു, ചെക്കാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? സാലറി എന്ന എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്ത് അല്ലേ. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നായിരുന്നു എൻ്റെ എൻട്രി. അപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് 2 അക്കൗണ്ടിൽ വരും. ഏതൊക്കെ അക്കൗണ്ടിലാണ്? സാലറി അക്കൗണ്ടിലും ബാങ്ക് അക്കൗണ്ടിലും അല്ലേ. ഏതിനാ ഡെബിറ്റ്? സാലറിക്ക് ഡെബിറ്റ്, ബാങ്കിന് ക്രെഡിറ്റ്. അപ്പോൾ സാലറി അക്കൗണ്ടിൽ വരിക. ഡേറ്റ് 9th January. സാലറി അക്കൗണ്ട് ഡേറ്റ് കോളത്തിൽ 9th January. സാലറി അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ആണ്. ടു ക്യാഷ് അല്ല കൊടുത്തേ, ചെക്കാണ് കൊടുത്തേ. സോ ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് 400. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഡെബിറ്റ് പോസ്റ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റ് എവിടെയാണ്? ബാങ്കിന് അല്ലേ. ഇപ്പൊ ക്രെഡിറ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരിക. ഡേറ്റ് 9th January. ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ സാലറി അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ സാലറി അക്കൗണ്ട്. എമൗണ്ട് 400. അപ്പൊ നോക്കി, സാലറി എന്ന എക്സ്പെൻസ് കൊടുത്തു, ബാങ്കിൽ ചെക്കാണ് കൊടുത്തത്, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ എമൗണ്ട് കുറഞ്ഞു. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് നോക്കിക്കേ, പർച്ചേസ് വഴി കുറച്ച് ക്യാഷ് പോയി, സാലറി വഴി കുറച്ച് ക്യാഷ് പോയത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. വന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് രണ്ടും നമ്മൾ ഡെബിറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഓൺ 10th January റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ കിട്ടി. എമൗണ്ട് ₹200. എൻട്രി എങ്ങനെയായിരുന്നു? കമ്മീഷൻ കിട്ടിയപ്പോൾ ക്യാഷ് വന്നു അല്ലേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. രണ്ടടുത്ത് പോസ്റ്റിംഗ് വരും. എവിടേക്കാണ്? ക്യാഷിലും കമ്മീഷനിലും. ഡെബിറ്റ് ഏതിനാണ്? ക്യാഷ് അല്ലേ. ക്രെഡിറ്റ് ഏതിനാണ്? കമ്മീഷൻ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ വരിക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ അല്ലേ. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് 10th January. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. എമൗണ്ട് എത്രയായിരുന്നു? 200. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. ഡെബിറ്റ് സൈഡിൽ 200. ഇനി എവിടെ വരും ക്രെഡിറ്റ്? കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ അക്കൗണ്ട് നമുക്ക് ഇവിടെ ഉണ്ട്. ലാസ്റ്റ് അക്കൗണ്ട് ആണ്. കമ്മീഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ആണ് അല്ലെ, ഇൻകം ആണ്. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് എഴുതുക. 10th January. കമ്മീഷൻ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് 200. അപ്പോൾ നമ്മൾ എല്ലാ ജേണൽ എൻട്രിയും പോസ്റ്റ് ചെയ്തു. ഒന്നും കൂടെ പറയാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നായിരുന്നു. അതിൻ്റെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നായിരുന്നു. ഇവിടെ ഓണറുടെ പേര് അർജുൻ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അർജുൻസ് ക്യാപിറ്റൽ എന്നായിരുന്നു എൻട്രി. അപ്പോൾ അതിൻ്റെ പോസ്റ്റിങ് ക്യാഷ് അക്കൗണ്ടിൽ വരും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അർജുൻസ് ക്യാപിറ്റൽ. ദെൻ ക്രെഡിറ്റ് അവിടെ വന്നു. അർജുൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ക്യാഷ്. ദെൻ രണ്ടാമത്തെ ജേണൽ എൻട്രി പർച്ചേസ്ഡ് ഗുഡ്സ് ആയിരുന്നു. അപ്പോൾ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പർച്ചേസസ് അക്കൗണ്ടിലും ക്യാഷ് അക്കൗണ്ടിലുമാണ് അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത്.
ഡെബിറ്റ് ചെയ്തതാണ് പർച്ചേസസ്. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ദെൻ ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ പർച്ചേസസ്. ഓക്കെ. ദെൻ മൂന്നാമത് നമ്മൾ ഫർണിച്ചർ മേടിച്ചു, അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി, അപ്പോൾ അതിൻ്റെ പോസ്റ്റിങ് ഫർണിച്ചർ അക്കൗണ്ടിലും ക്യാഷ് അക്കൗണ്ടിലും വന്നു. ഫർണിച്ചറും ഡെബിറ്റ് ആണ്. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ക്യാഷ് പോയി, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ഫർണിച്ചർ. ഓക്കെ. ദെൻ ക്യാഷ് സെയിൽസ് ആയിരുന്നു എൻട്രി, നമുക്ക് ക്യാഷ് കിട്ടി അല്ലേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, അപ്പോൾ അതിൻ്റെ പോസ്റ്റിങ് ക്യാഷ് അക്കൗണ്ടിലും സെയിൽസ് അക്കൗണ്ടിലും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 8,000, സെയിൽസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ക്യാഷ്, ഇൻകം ആണ് 8,000. ഇനി അടുത്ത എൻട്രി ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ടിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലേ. ക്യാഷ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നായിരുന്നു. ബാങ്കിന് എമൗണ്ട് വന്നു, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ്. ഇനി ക്യാഷ് കുറഞ്ഞു, ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ ലിക്വിഡ് ക്യാഷ് കുറഞ്ഞു. സോ ബൈ ബാങ്ക് അക്കൗണ്ട് 5,000. ഓക്കെ. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ പോസ്റ്റിങ് പർച്ചേസ് അക്കൗണ്ടിലും ബാങ്ക് അക്കൗണ്ടിലും വരും. ഡെബിറ്റ് പർച്ചേസസ് ആണ്. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ബാങ്കിൽ ക്രെഡിറ്റ് വരണം. ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ പർച്ചേസസ്. ഓക്കെ. ദെൻ ക്യാഷ് സെയിൽസ് ആയിരുന്നു വീണ്ടും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, ക്യാഷ് ഡെറ്റർ ടു സെയിൽസ്, സെയിൽസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ക്യാഷ്. സിമ്പിൾ ആണ്. ദെൻ പെയ്ഡ് ഇൻ ടു ബാങ്ക് ആയിരുന്നു, ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ഓക്കെ. ദെൻ പെയ്ഡ് സാലറി ആയിരുന്നു, ബൈ ചെക്കാണ്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, സാലറി അക്കൗണ്ടിലും ബാങ്ക് അക്കൗണ്ടിലും പോസ്റ്റിംഗ് വരും. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ആണ്. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ദെൻ ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ സാലറി. ഓക്കെ. ദെൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ റിസീവ്ഡ് കമ്മീഷൻ. അപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. ക്യാഷിനും കമ്മീഷനും പോസ്റ്റ് വരും. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ അക്കൗണ്ട് ആൻഡ് കമ്മീഷൻ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ക്യാഷ്. ഓക്കെ. നിങ്ങൾ വീണ്ടും ഓരോ ജേണൽ എൻട്രി നോക്കുക. ആ ഓരോ ജേണൽ എൻട്രിയുടെ ഓർത്തോണം 2 പോസ്റ്റിംഗ് വരും. അത് അന്നേരം തന്നെ പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഒരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ഡെബിറ്റ് പോസ്റ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് നോക്കിക്കേ. ക്യാഷ് അക്കൗണ്ട് അസറ്റ് ആണ്. അത് വരുന്നതെല്ലാം നമുക്ക് ഡെബിറ്റ് സൈഡിൽ വന്നു അല്ലേ. കൂടുന്നതെല്ലാം ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്, കുറയുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ വന്നു. ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് വന്നു. പർച്ചേസസ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് വന്നിരിക്കുന്നത്. ഫർണിച്ചർ അസറ്റ് ആണ്, അതിൻ്റെ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ വന്നു. ഫർണിച്ചർ എല്ലാം വിറ്റ ക്രെഡിറ്റ് സൈഡിൽ വരും. ഓക്കെ. ദെൻ സെയിൽസ് ഇൻകം ആണ്, ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡിൽ വന്നു. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും എമൗണ്ട് വന്നിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് കൂടുന്നതെല്ലാം ഡെബിറ്റ് സൈഡിൽ വന്നു. ബാങ്ക് അക്കൗണ്ട് കുറയുന്ന ഐറ്റം പർച്ചേസസ് ഗുഡ്സ് മേടിച്ചപ്പോൾ ചെക്ക് കൊടുത്തു, എമൗണ്ട് കുറഞ്ഞു. സാലറി ചെക്കായിട്ട് കൊടുത്ത എമൗണ്ട് കുറഞ്ഞു. അപ്പോൾ കുറയുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ വന്നു, കൂടുന്നതെല്ലാം ഡെബിറ്റ് സൈഡിൽ വന്നു. ദെൻ സാലറി എക്സ്പെൻസ് ആണ്, എക്സ്പെൻസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്, അപ്പോൾ സാലറിയുടെ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ വന്നു. ദെൻ കമ്മീഷൻ ഇൻകം ആണ്, ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ജേണലിൽ നിന്നും നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ഫംഗ്ഷനായ ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്യണം. അക്കൗണ്ടിനെ നമ്മൾ ബാലൻസ് ചെയ്യണം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ അക്കൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു? റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് അല്ലേ. അതിൽ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും ഏത് അക്കൗണ്ടാണ്? പെർമനൻറ്റ് അക്കൗണ്ട്സ് ആണ്. റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും പെർമനൻറ്റ് അക്കൗണ്ട്സ് ആണ്. അതായത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് അത് പെർമനൻറ്റ് അക്കൗണ്ട് ആണ്. ദെൻ നോമിനൽ അക്കൗണ്ട് ടെമ്പററി ആണ്. അപ്പോൾ പെർമനൻറ്റ് അക്കൗണ്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. പെർമനൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലേ. ഇപ്പോൾ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ കിട്ടി, അത് നമുക്കിപ്പോൾ 50 രൂപ ചിലവായി. 50 രൂപ ചിലവായി കഴിഞ്ഞാൽ ബാലൻസ് എത്രയുണ്ട്? 50 അല്ലേ. അതാണ് ആ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് എന്ന് പറയുന്നത് ഏതാ? പെർമനൻറ്റ് അക്കൗണ്ട്സാണ്. ടെമ്പററി അക്കൗണ്ട്സ് നമ്മൾ ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ടെമ്പററി അക്കൗണ്ട്സ് നമ്മൾ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ടെമ്പററി അക്കൗണ്ട്സ് നമ്മൾ ക്ലോസ് ചെയ്ത് പോകും. ഓക്കെ. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അന്നേരം ഈ
ടെമ്പററി ആയിട്ടുള്ള എക്സ്പെൻസീവ് ഇൻകം നമ്മളവിടെ ക്ലോസ് ചെയ്ത് പോകും. അതുകൊണ്ട് ഈ അക്കൗണ്ടിന് ബാലൻസ് ഇല്ല. ചില കേസിൽ ബാലൻസ് ചെയ്യും, പക്ഷേ അതിൻ്റെ ലോജിക് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ഇൻകം ഇപ്പോൾ ഒരു മാസത്തെ ഇൻകം അല്ലെങ്കിൽ അടുത്ത മാസത്തെ ഇൻകം, അപ്പോൾ അതിന് നമ്മൾ ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഇതിനകത്ത് വരുന്നതാണല്ലോ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും. ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് തരാനുള്ള ഒരു അസറ്റാണ്. ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. നോമിനൽ അക്കൗണ്ട് അത് ടെമ്പററി അക്കൗണ്ടാണ്, അത് നമ്മൾ ടോട്ടൽ ചെയ്യും. ഇനി എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്? ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം, രണ്ട് സൈഡിലും എൻട്രി ഉള്ള അക്കൗണ്ട് നമ്മൾ നോക്കുക. രണ്ട് സൈഡിലും എൻട്രി ഉള്ള അക്കൗണ്ട്സ് നമ്മൾ അതിൻ്റെ രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കണം. രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കിയിട്ട് കൂടുതലുള്ള എമൗണ്ട് നോക്കുക. രണ്ട് സൈഡും ആഡ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതലുള്ള എമൗണ്ട് നോക്കുക. കൂടുതലുള്ള എമൗണ്ട് നമ്മൾ ഈ രണ്ട് സൈഡിലും താഴെ ടോട്ടലായിട്ട് എഴുതണം. അത് കഴിഞ്ഞ് എവിടെയാണോ ബാലൻസ്, കുറവുള്ളിടത്താണ് എന്ത് വരുന്നത്? ബാലൻസ് അല്ലേ? കുറവുള്ളിടത്ത് ബാലൻസ് വരും, അവിടെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതും. ബാലൻസ് ക്യാരി ഡൗൺ. അടുത്ത വർഷം നോർമൽ കേസിൽ നമ്മൾ ഒരു മന്തിൻ്റെ 31st നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. അങ്ങനെ 31st നമുക്ക് ബാലൻസ് കിട്ടുന്നു. എവിടെയാണോ കുറവ് അവിടെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതും. അപ്പം നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ആണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ ഇനി ഇത്രയും രൂപ ബാക്കി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര രൂപ ബാലൻസ് ഉണ്ട്, അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ അടുത്ത മാസത്തേന് അല്ലെങ്കിൽ അടുത്ത വർഷത്തേന് നമ്മൾ അതിനെ ബ്രോഡ് ഡൗൺ ചെയ്യും. അതിന് പറഞ്ഞ പേര് ബാലൻസ് ബ്രോഡ് ഡൗൺ. അപ്പോൾ ബാലൻസ് കണ്ടുപിടിക്കുക, കുറവുള്ളിടത്ത് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ, അതിനെ അടുത്ത വർഷത്തേന് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യും. ബാലൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് സൈഡും കൂട്ടി നോക്കുക, എമൗണ്ട് കൂടുതലുള്ളത് ടോട്ടലായിട്ട് എഴുതുക. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്യാഷിനൊക്കെ നമുക്കറിയാം അസറ്റാണ് അല്ലേ? അപ്പോൾ ഡെബിറ്റേ കൂടുതൽ വരുള്ളൂ. അതുപോലെ തന്നെ ഫർണിച്ചറൊക്കെ അസറ്റാണ്, ഡെബിറ്റ് കൂടുതൽ വരാനാണ് സാധ്യത. ഇനി എങ്ങാനും വല്ലോ സെയിൽസ് ഒക്കെ നടക്കുകയാണെങ്കിൽ ഫർണിച്ചറൊക്കെ വിറ്റെന്ന് വിചാരിക്കുക, അങ്ങനെ ഫർണിച്ചർ അല്ലെങ്കിൽ അസറ്റ് ഏതെങ്കിലും വിറ്റപ്പോൾ ലോസായി പോയെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ, ലോസായി പോകും. അപ്പോൾ പിന്നെ ലയബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് വരിക അല്ലേ? ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ലയബിലിറ്റി ആണ്, അത് നോക്കിക്കാൻ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആയിരിക്കും. ദെൻ സാലറി, കമ്മീഷൻ അങ്ങനെയുള്ള നോമിനൽ അക്കൗണ്ട് ടോട്ടലാണ് ചെയ്യുന്നത്. ഇപ്പോൾ സാലറി നമുക്കറിയാം എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ വരുള്ളൂ. കമ്മീഷൻ പോലത്തെ ഇൻകത്തിന് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ട്രിക്കുകളൊക്കെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓരോ അക്കൗണ്ടും ബാലൻസ് ചെയ്ത് പോകണം. അപ്പോൾ ഫസ്റ്റ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് അസറ്റാണ്. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എവിടെയായിരിക്കും എമൗണ്ട് കൂടുതൽ, ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം അക്കൗണ്ട് തീരാറായുള്ള രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക, രണ്ടിടത്ത് ലൈൻ വരയ്ക്കുക. ആഡ് ചെയ്ത് നോക്കിയിട്ട് കൂടുതലുള്ളത് താഴെ ടോട്ടലായിട്ട് എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ എത്ര വരും കൂട്ടി നോക്കണം. 23,200 ആണ് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ഇറക്കി ഡബിൾ ലൈൻ ഇടുക. ഇവിടെ അത് തന്നെ എഴുതുക. കൂടുതലുള്ളത് നമ്മൾ രണ്ട് സൈഡിനും ടോട്ടൽ എഴുതി. പക്ഷെ നമുക്കറിയാം ഇത് ഈ സൈഡിലാണ് ടോട്ടൽ അല്ല, ഇത് ഈ സൈഡിലെ ടോട്ടലാണ്. അപ്പോൾ ഇവിടെ ഇത്രയില്ല, ഇവിടെ ഇത്രയും വരണമെങ്കിൽ ഇവിടെയാണ് എന്ത് വന്നിരിക്കുന്നത്? ബാലൻസ്. ഒന്നും കൂടെ പറയാം, രണ്ട് സൈഡും കൂട്ടിയെടുക്കുക. കൂടുതലുള്ളത് നമ്മൾ ടോട്ടൽ ഇറക്കി എഴുതി, കുറവുള്ളിടത്താണ് ബാലൻസ് വരുന്നത് അല്ലേ? ഇതെല്ലാം കൂട്ടുമ്പോൾ ഇത് കിട്ടുമല്ലോ. ഇവിടെയാണ് ബാലൻസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മിക്കവാറും ഒരു മാസം അവസാനമൊക്കെയാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ 31st എഴുതാം. ഇതിപ്പോൾ 10ാം തീയതി വരെ ആയിട്ടുള്ളൂ, ബാക്കി മുന്നോട്ടും ട്രാൻസാക്ഷൻസ് കാണും. അപ്പോൾ നമ്മൾ ഇപ്പം ഡേറ്റ് എഴുതുന്നില്ല, നോർമൽ കേസിൽ 31st ആണ് എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഐറ്റം ആയിട്ട് ഇവിടെയാണ് കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് വരുന്നത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. കുറവുള്ളിടത്ത് പറയുന്നതിന് പേരാണ്, ബാലൻസ് വരുന്നത് അവിടെയാണ്, അതിന് പറയുന്ന പേര് ബാലൻസ് ക്യാരി ഡൗൺ. 23,200 ഇന്ന് അതായത് ടോട്ടൽ. ഇതിൽ നിന്നും ഈ എമൗണ്ടുകളെല്ലാം ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ബാലൻസ് കിട്ടും. ആ എമൗണ്ടുകളെല്ലാം ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8,200 കിട്ടും. 8,200 കിട്ടും. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ട് നോക്കി ഇപ്പം നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ ബിസിനസ് തുടങ്ങി, ക്യാപിറ്റലായിട്ട് കുറച്ച് ക്യാഷ് കൊണ്ടുവന്നു, സെയിൽസ് ആയിട്ട് കുറച്ച് ക്യാഷ് കിട്ടിയതെല്ലാമാണ് ഡെബിറ്റ് സൈഡിൽ അല്ലേ? കമ്മീഷനായിട്ട് കുറച്ച് ക്യാഷ് കിട്ടി. അതിൽ നിന്നും ഗുഡ്സ് മേടിച്ച് കുറച്ച് ക്യാഷ് പോയി, ഫർണിച്ചർ മേടിച്ച് ക്യാഷ് പോയി, ബാങ്കിൽ പോയി ഡിപ്പോസിറ്റ് ഇട്ടോ കുറച്ച് ക്യാഷ് പോയി,
ഇത്രയും എക്സ്പെൻസ് നമ്മുടെ ഇത്രയും ക്യാഷ് പോയി, ഇത്ര നമുക്ക് ക്യാഷ് കിട്ടി. ഈ ബാലൻസ് എത്രയുണ്ട് നമ്മുടെ കയ്യിൽ? 8,200. ഈ ബാലൻസ് നമുക്ക് ഇനി അടുത്ത വർഷത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെയാണ് ബാലൻസ് ക്യാരി ഡൗൺ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് ക്യാരി ഡൗൺ വന്നിരിക്കുന്നത്. ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ അടുത്ത ഡേറ്റ് 1 ഫെബ്രുവരി. ഡേറ്റ് എങ്ങനെ വരും? ട്രാൻസാക്ഷൻ എങ്ങനെ വരും? എൻട്രി എങ്ങനെ വരും? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ ഇവിടെയാണ് ക്യാരി ഡൗൺ വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എത്ര എമൗണ്ട്? 8,200. ഇനി അടുത്ത മാസം ക്യാഷ് വരുന്ന എല്ലാം ഇവിടെ പോസ്റ്റ് ചെയ്യും, പോകുന്ന എല്ലാം ഇവിടെ പോസ്റ്റ് ചെയ്യും. ദെൻ വീണ്ടും ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, രണ്ടാമത്തെ അക്കൗണ്ട് നോക്കിയാൽ അർജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ നമുക്കറിയാം ലയബിലിറ്റി ആണ്. ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ എൻട്രി വന്നിട്ടുള്ളൂ അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ എൻട്രി വന്നിട്ടുള്ളൂ, ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പോൾ ടോട്ടലായിട്ട് ഈ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് തന്നെ രണ്ടിടത്തും ടോട്ടൽ എഴുതുക. 12,000. നോക്കി ഇവിടെ എമൗണ്ട് ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെയാണ് ഇന്ന് വന്നിരിക്കുന്നത് ബാലൻസ് ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇവിടെ എമൗണ്ട് ഇല്ല, അതുകൊണ്ട് ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ. ഇവിടെ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടായിട്ട് നമ്മൾ ലെസ് ചെയ്താൽ ഒന്നോട് വരാനുള്ള സാധ്യതയില്ല, കാരണം ലയബിലിറ്റി ആണ്. അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എത്ര തന്നെ? 12,000 തന്നെ. ഇവിടെയാണ് ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ ഇതിന്റെ ബ്രോഡ് ഡൗൺ എവിടെ വരും? ക്രെഡിറ്റ് സൈഡ്. അടുത്ത ഡേറ്റ് 1 ഫെബ്രുവരി. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. തെറ്റിപ്പോകരുത്. ബാലൻസ് ചെയ്യുമ്പോൾ ക്യാരി ഡൗൺ, അടുത്ത വർഷത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രോഡ് ഡൗൺ എമൗണ്ട് 12,000. ഓക്കെ, ദെൻ പർച്ചേസ് അക്കൗണ്ട് നോക്കി. അടുത്ത അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഏത് അക്കൗണ്ട്? ടെമ്പററി ആണ് അല്ലേ? ടെമ്പററി അക്കൗണ്ട് ഞാൻ പറഞ്ഞു ബാലൻസ് ചെയ്യുകയല്ല, ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് മാത്രമേ എമൗണ്ട് ഉള്ളൂ. നേരെ ടോട്ടൽ ചെയ്താൽ മാത്രം മതി. എത്ര വരും? 10,000. ഓക്കെ, അടുത്ത അക്കൗണ്ട് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ അക്കൗണ്ട് അസറ്റ് ആണ്, അതായത് റിയൽ അക്കൗണ്ട് ആണ്. അതിന് പെർമനന്റ് അക്കൗണ്ട് ആണ്, ബാലൻസ് ഉണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യണം, ഇറക്കി എഴുതുക. ഇവിടെ എമൗണ്ട് ഒന്നുമില്ല, അപ്പോൾ 2,000. ഇവിടെ ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഇവിടെ വരും ബാലൻസ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ 2,000. ഡേറ്റ് 31st ആണ് വരാറുള്ളത്. ദെൻ ഇവിടെ ക്യാരി ഡൗൺ, അപ്പോൾ ഇവിടെ ബ്രോഡ് ഡൗൺ 1 ഫെബ്രുവരി ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. എത്രയാണ് എമൗണ്ട്? 2,000. പിന്നെ അപ്പം ഈ അക്കൗണ്ട് നോക്കി എന്ത് മനസ്സിലാകും? 2,000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ മേടിച്ചു, അത് വിറ്റൊന്നുമില്ല. വീണ്ടും നമ്മൾ അടുത്ത വർഷം ആ ഫർണിച്ചർ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇനി അടുത്ത അക്കൗണ്ട് സെയിൽസ് ആണ്. സെയിൽസ് അക്കൗണ്ട് നമുക്കറിയാം ഇൻകം ആണ്, അതായത് നോമിനൽ അക്കൗണ്ട് ആണ്. ബാലൻസ് അല്ല ചെയ്യുന്നത്, ടോട്ടൽ ആണ് ചെയ്യുന്നത്. ഇൻകം ആയതുകൊണ്ട് ഇവിടെ മാത്രമേ എമൗണ്ട് ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ചെയ്യുക എത്ര വരും? 11,000. ഓക്കെ, ഇതിനടുത്ത അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യണം അല്ലേ? ബാങ്ക് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. ഡെബിറ്റും ക്രെഡിറ്റും നോക്കുക. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ് കൂടി നിൽക്കുന്നത്. ഡെബിറ്റാണ് കൂടി നിൽക്കുന്നത് അല്ലേ? ഇവിടെ 7,000 ഉണ്ട്. അപ്പോൾ കൂടി നിൽക്കുന്ന എമൗണ്ട് 7,000 ഇറക്കി എഴുതി. ഇവിടെ 7,000 ഇല്ല, ഇവിടെയാണ് കുറവ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വന്നു? ബാലൻസ് ക്യാരി ഡൗൺ. ഇവിടെയാണ് ബാലൻസ് വന്നിരിക്കുന്നത്. 7,000 നിന്നും 4,000 ലെസ് ചെയ്യുക, 400 ലെസ് ചെയ്യുക. അപ്പോൾ 7,000 നിന്ന് 4,400 പോയി കഴിയുമ്പോൾ ബാലൻസ് എത്ര വരും? 2,600. ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് 2,600. ക്യാരി ഡൗൺ ചെയ്തത് ഇവിടെയാണ്. അപ്പം നമ്മൾ ഇവിടെ ബ്രോഡ് ഡൗൺ ചെയ്യും. ക്യാരി ഡൗൺ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ബ്രോഡ് ഡൗൺ. സോ 1 ഫെബ്രുവരി ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 2,600. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് നോക്കിയേ. ഈ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ എന്താ മനസ്സിലാകുന്നത്? നമുക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. 5-ാം തീയതി നമ്മൾ കുറച്ച് ക്യാഷ് കൊണ്ടിട്ടു 5,000 രൂപ. 8-ാം തീയതി നമ്മൾ ക്യാഷ് കൊണ്ടിട്ടു 2,000 രൂപ. അതിൽ നിന്നും കുറച്ച് നമ്മൾ ക്യാഷ് എടുത്തു. എന്തിനാന്ന് ചോദിച്ചാൽ 6-ാം തീയതി ഗുഡ്സ് മേടിച്ചപ്പോൾ പർച്ചേസിന് കുറച്ച് ക്യാഷ് പോയി. പിന്നെ സാലറി കൊടുത്തത് ചെക്കായിട്ടാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ക്യാഷ് പോയി. അപ്പോൾ ഈ ഇട്ടതിനകത്തുനിന്ന് ഇത്രയും പോയി കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസിന് എത്രയുണ്ട്? 2,600 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ അടുത്ത വർഷത്തേന് ബ്രോഡ് ഡൗൺ ചെയ്യും.
ദെൻ സാലറി നമുക്കറിയാം എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നോമിനൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യത്തില്ല, ടോട്ടൽ ചെയ്യുന്നു. എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ അത്ര തന്നെ 400. ദെൻ കമ്മീഷൻ അക്കൗണ്ട് ഇൻകം ആണ്, നോമിനൽ അക്കൗണ്ട്, അപ്പോൾ അതിന് ബാലൻസ് ഇല്ല, ടോട്ടൽ ചെയ്യുന്നു. കമ്മീഷൻ അക്കൗണ്ട് ഇൻകം ആയിട്ട് ക്രെഡിറ്റ് സൈഡിലേ ഉള്ളൂ, ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ വർക്ക് എഴുതി 200. അപ്പോൾ ഇങ്ങനെയാണ് അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഓർക്കേണ്ട കാര്യം, റിയൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടിനാണ് ബാലൻസ്, അതായത് പെർമനന്റ് അക്കൗണ്ട്സ്. എക്സ്പെൻസീവ് ഇൻകം ടെമ്പററി അക്കൗണ്ട്സ് ആണ്, അതിനെ നമ്മൾ ടോട്ടൽ ചെയ്യും. ഇനി എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് നോക്കിയാൽ രണ്ട് സൈഡും നോക്കുക. കൂടുതലുള്ള എമൗണ്ട് ടോട്ടൽ ഇറക്കി എഴുതുക, കുറവുള്ളിടത്ത് ബാലൻസ് വരും, കുറവുള്ളിടത്ത് ബാലൻസ് ക്യാരി ഡൗൺ. എവിടെയാണ് ബാലൻസ് ക്യാരി ഡൗൺ? അതിൻ്റെ ഓപ്പോസിറ്റ് ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓക്കെ, ഇനി ഒരു എക്സ്പെൻസീവ് ഇൻകം നമ്മൾ ടോട്ടൽ ചെയ്യും, ടോട്ടൽ ഇറക്കി എഴുതിയാൽ മാത്രം മതി. അതാണ് ഇങ്ങനെയാണ് അക്കൗണ്ടുകൾ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാര്യം ഓർത്തിരിക്കുകയാണെങ്കിൽ അസറ്റുകൾക്ക് എപ്പോഴും ബാലൻസ് ബ്രോട്ട് ഡൗൺ എവിടെ വരുള്ളൂ? ഡെബിറ്റ് സൈഡിലേ വരുള്ളൂ. അസറ്റുകൾക്ക് നോക്കി ക്യാഷ്, ഫർണിച്ചർ, ബാങ്ക് ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് വന്നാൽ ക്രെഡിറ്റിൽ വരും. അല്ലാതെ നോർമൽ കേസിൽ ബാങ്കിൽ അസറ്റുകൾക്കെല്ലാം ഡെബിറ്റ് സൈഡിലെ ബാലൻസ് ബ്രോട്ട് ഡൗൺ വരുള്ളൂ. ദെൻ അതുപോലെ തന്നെ ലൈബിലിറ്റീസ് എപ്പോഴും ക്രെഡിറ്റ് ആണ്. അപ്പോൾ ലൈബിലിറ്റീസ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് ബ്രോട്ട് ഡൗൺ ക്രെഡിറ്റ് സൈഡിലേ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജറിൽ നിന്ന് ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ഫംഗ്ഷനാണ് നമ്മൾ കഴിഞ്ഞു. ഇനി തേർഡ് ഫംഗ്ഷൻ സമ്മറൈസേഷൻ ആണ്. സമ്മറൈസേഷന് വേണ്ടി നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത് എന്താ? ഒന്ന് കൺക്ലൂഡ് ചെയ്യുക അല്ലേ. അപ്പോൾ സമ്മറൈസേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആണ്. We are going to learn about the third function of financial accounting, that is summarizing. First function is recording, then second one classifying, third one summarizing. സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഗ്രൂപ്പായിട്ട് കിടക്കുന്ന ഐറ്റംസിനെ നമ്മളൊന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് സമ്മറൈസിങ് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായ റെക്കോർഡിങ് ഏത് ബുക്കിലാണ് ചെയ്തത്? ജേണലിൽ അല്ലേ. ജേണൽ എൻട്രി ആയിട്ട് നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ ജേണലിൽ നിന്നും ഓരോ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം എന്ന ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ ഡിഫറെൻറ്റ് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്തു. അതായത് ക്ലാസിഫിക്കേഷൻ. ദെൻ അങ്ങനെ പലത് അക്കൗണ്ടിൽ കിടക്കുന്ന ലെഡ്ജർ ബാലൻസുകളെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷനാണ് തേർഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് കണ്ടിന്യൂയിങ് ഫംഗ്ഷനാണ്. ഫസ്റ്റ് വൺ റെക്കോർഡിംഗ്, ദെൻ ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഈ സമ്മറൈസിങ് ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു 3 സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് എന്ന് പറയും. സെക്കൻഡ് വൺ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഇതിലെ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ലെഡ്ജർ അക്കൗണ്ട്സിനെ കൺസോളിഡേറ്റ് ചെയ്ത് ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തു. ആ ജേണലിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ, ഒരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യണമെങ്കിൽ 2 അക്കൗണ്ടിൽ അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ഒരു ഓർഗനൈസേഷനിൽ, ഒരു കമ്പനിയിൽ ഒരു 10-25 അക്കൗണ്ട്സ് ഒക്കെ വരും, 10-25 ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മാസം അവസാനം നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ ബാലൻസുകളെല്ലാം ഒന്ന് അറിയണമെങ്കിൽ അതിനെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. പിന്നെ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയോ, ഇനി റെക്കോർഡ് ചെയ്തപ്പോൾ അതിനെ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയോ, അങ്ങനത്തെ അരിതമെറ്റിക്കൽ ആക്യുറസി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്കറിയാം എവിടെ ഒരു ഡെബിറ്റ് എമൗണ്ട് ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് എമൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളം ടാലി ആകും. അതിൽ നിന്ന് നമുക്ക് നമ്മൾ ട്രാൻസാക്ഷന് വിട്ടുപോയിട്ടില്ല, പോസ്റ്റിംഗ് ഒന്നും തെറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ആദ്യം എന്താണ് ട്രയൽ ബാലൻസ്, അതിൻ്റെ മീനിങ്, ഫീച്ചേഴ്സൊക്കെ നോക്കാം. അത് കഴിഞ്ഞ ദിവസം ചെയ്ത ലെഡ്ജർ ബാലൻസുകൾ വെച്ച് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. സോ ട്രയൽ ബാലൻസ് ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓൾ അക്കൗണ്ട് ബാലൻസസ്. പേരിൽ തന്നെ മനസ്സിലാക്കാം ട്രയൽ ബാലൻസ്.
സോ ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് ഓൾ അക്കൗണ്ട് ബാലൻസസ്. നമുക്ക് എത്ര അക്കൗണ്ടുകളുണ്ടോ ആ അക്കൗണ്ടുകളെല്ലാം ബാലൻസ് എടുത്താണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. Then it is required to check the arithmetical accuracy of books of accounts. ഞാൻ പറഞ്ഞു നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും എവിടെ ഡെബിറ്റ് ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് എമൗണ്ട് ഉണ്ടായിരിക്കണം. അതാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. അങ്ങനെ നമ്മൾ എല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആകും, ഈക്വൽ ആകും. അപ്പം നമുക്ക് അരിതമെറ്റിക്കൽ ആക്യുറസി, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ മതിയാകും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിതമെറ്റിക്കൽ ആക്യുറസി. Then if the total of debit balances is equal to the total of credit balances, it is assumed that there is no mistake in posting and balancing. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അരിതമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആയി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആയെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ റെക്കോർഡിങ് പോസ്റ്റിങ് എല്ലാം കറക്റ്റാണ്, ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല. Then it is prepared on a particular date. ഡേറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെഡിങ് ട്രയൽ ബാലൻസ് ആസ് ഓൺ. ജേണലിൻ്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു? ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കമ്പനിയുടെ പേരായിരുന്നു. ലെഡ്ജറിൻ്റെ ഹെഡിങ് ഓരോ അക്കൗണ്ടിനും, ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെയായിരുന്നു ഹെഡിങ്. ട്രയൽ ബാലൻസ് നമ്മളൊരു പർട്ടിക്കുലർ ഡേറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിലേക്കല്ല, പർട്ടിക്കുലർ ഡേറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമുക്ക് എന്ന് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ അരിതമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് ട്രയൽ ബാലൻസ് ആസ് ഓൺ എന്നാണ് അതിൻ്റെ ഹെഡിങ്. സോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. സോ ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് വിത്ത് ദ ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ടു ടെസ്റ്റ് ദ അരിതമെറ്റിക്കൽ ആക്യുറസി ഈസ് കോൾഡ് ട്രയൽ ബാലൻസ്. നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ടുകളുടെ ബാലൻസുകളെല്ലാം എടുത്ത് അരിതമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഹെഡിങ് ട്രയൽ ബാലൻസ് ആസ് ഓൺ എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഡേറ്റ് എന്നാണോ ഡേറ്റ് എഴുതുക. വീണ്ടും 4 കോളമാണുള്ളത്. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, ദെൻ ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റും ക്രെഡിറ്റും. ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് നമ്മുടെ അക്കൗണ്ടുകളുടെ പേരാണ് എഴുതുന്നത്. അതായത് ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ, സാലറി, എക്സ്പെൻസുകൾ എന്തൊക്കെയുണ്ടോ, ഫർണിച്ചർ, മെഷീനറി, നമുക്ക് ഏതെല്ലാം അക്കൗണ്ടുകളുണ്ടോ ആ അക്കൗണ്ടുകളുടെ പേരാണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക. ദെൻ ലെഡ്ജർ ഫോളിയോ, അതിൻ്റെ ഫോളിയോ നമ്പർ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ എഴുതുക. ഇനി അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതുന്നു, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതുന്നു. ദെൻ എല്ലാം എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ ടോട്ടൽ നമ്മൾ എടുക്കുന്നു. ഈ ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ ഡെബിറ്റിൻ്റെ ടോട്ടലും ക്രെഡിറ്റിൻ്റെ ടോട്ടലും ടാലി ആകണം. ടാലി ആയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ നമ്മൾ ഒരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തപ്പോൾ ഡെബിറ്റ് പോസ്റ്റ് ചെയ്തു, ക്രെഡിറ്റ് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി, അങ്ങനത്തെ നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ കണ്ടെത്താൻ പറ്റും. ഈ രണ്ടും ടാലി ആയെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല, അരിതമെറ്റിക്കലി നമ്മുടെ ഡേറ്റ എല്ലാം ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് ട്രയൽ ബാലൻസ് ആസ് ഓൺ. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അക്കൗണ്ടിൻ്റെ പേര്, ലെഡ്ജർ ഫോളിയോ നമ്പർ, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ്. ഇനി ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും, ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ ഏത് സൈഡിലാണോ? ബാലൻസ് ബ്രോഡ് ഡൗൺ ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ? ഇപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ എങ്കിൽ ആ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് സൈഡിലാണ് ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ എങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇനി നോമിനൽ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല അല്ലേ, ടോട്ടലേ ഉള്ളൂ. എക്സ്പെൻസും ഇൻകോ, എക്സ്പെൻസുകൾക്ക് എപ്പോഴും ഏത് ബാലൻസാണ്? ഡെബിറ്റ്, ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ജേണൽ എഴുതി ലെഡ്ജർ പോസ്റ്റിംഗ് കഴിഞ്ഞ് ലെഡ്ജർ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻ്റെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ബുക്ക് എടുക്കുക, ബുക്കിൽ ട്രയൽ ബാലൻസ് വരയ്ക്കുക. ഹെഡിങ് ട്രയൽ ബാലൻസ് ആസ് ഓൺ. ഇവിടെ പർട്ടിക്കുലർ ഡേറ്റ് ഒന്നുമില്ല, ഇപ്പോൾ 10-ാം തീയതിയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണേൽ 11 ജനുവരി 2019 എന്ന ഡേറ്റ് ഇടാം. ദെൻ പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്. പർട്ടിക്കുലേഴ്സ് കോളം അത്യാവശ്യം വലിയ കോളം വേണം, അക്കൗണ്ടുകളുടെ പേര് എഴുതുവാണ്. ലെഡ്ജർ ഫോളിയോ ചെറുത് മതി, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം കോളം. ഓക്കെ, നമുക്ക് അക്കൗണ്ടുകൾ ബാലൻസ് നോക്കി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രയൽ ബാലൻസ് വരച്ചെന്ന് വിചാരിക്കുന്നു. ട്രയൽ ബാലൻസ് ആസ് ഓൺ. ഡേറ്റ് നമുക്കിവിടെ ഇല്ല, ഡേറ്റ് പറയുമ്പോൾ എക്സാമിന് ക്വസ്റ്റിന് ഡേറ്റ് പറയും, അന്നേരം ഡേറ്റ് എഴുതുക. ട്രയൽ ബാലൻസ് ആസ് ഓൺ. ദെൻ പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അക്കൗണ്ടുകളുടെ പേര് എഴുതുന്നു. ദെൻ ഡെബിറ്റ് ബാലൻസ് ഉള്ളതിന് ഡെബിറ്റ്, ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് ക്രെഡിറ്റ് കോളത്തിൽ.
നമ്മൾ അക്കൗണ്ട്സ് നോക്കുക. ഫസ്റ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ക്യാഷ് അക്കൗണ്ട് അല്ലേ. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റിലും ക്രെഡിറ്റിലും എൻട്രി ഉണ്ടായിരുന്നു. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് ബാലൻസ് ബ്രോഡ് ഡൗൺ. ബാലൻസ് ബ്രോഡ് ഡൗൺ ഏത് സൈഡിലാണ് നിൽക്കുന്നത്? ഡെബിറ്റ് ആണ് അല്ലേ. ക്യാഷിന് മിക്കപ്പോഴും ഡെബിറ്റ് ബാലൻസേ വരുള്ളൂ, കാരണം അത് അസറ്റാണ്. ഇനി എന്തെങ്കിലും കേസിൽ ഇൻകം കുറഞ്ഞ എക്സ്പെൻസ് കൂടിയാലൊക്കെയുള്ളൂ ക്രെഡിറ്റ് ബാലൻസ് വരുള്ളൂ. മജോറിറ്റിയും ഡെബിറ്റ് ബാലൻസ് ക്യാഷിന് വരുള്ളൂ. അപ്പോൾ ക്യാഷിൻ്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ ഡെബിറ്റ് സൈഡ്. അപ്പോൾ ക്യാഷിൻ്റെ ബാലൻസ് ഡെബിറ്റ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഫസ്റ്റ് അക്കൗണ്ട് എഴുതുക ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ ഡെബിറ്റ് സൈഡിലാണ്. എമൗണ്ട് 8,200. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് നോക്കിക്കേ. രണ്ടാമത്തെ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ ലൈബിലിറ്റി ആണ്, നമുക്കറിയാം. ലൈബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് വരുള്ളൂ. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ബാലൻസ് ബ്രോഡ് ഡൗൺ എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നത് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ. അപ്പോൾ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ രണ്ടാമത്തെ ഐറ്റം ക്യാപിറ്റൽ. ഓണറുടെ പേര് അർജുൻ. സോ അർജുൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ. എമൗണ്ട് 12,000. ഇനി മൂന്നാമത്തെ അക്കൗണ്ട് നോക്കിയേ, പർച്ചേസസ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട് എക്സ്പെൻസ് ആണ്, നമുക്കറിയാം. എക്സ്പെൻസ് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യത്തില്ല, പകരം അത് നമ്മൾ ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ്പെൻസിന്റെ ടോട്ടൽ ഡെബിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ അല്ലേ. പർച്ചേസ് അക്കൗണ്ട് നോക്കിയേ, ഡെബിറ്റ് സൈഡിൽ മാത്രം. ഒരു ക്യാഷിന്റെ 6,000 ബാങ്ക് ചെക്ക് കൊടുത്ത് നമ്മൾ ഒരു 4,000 രൂപയും മേടിച്ചു. അങ്ങനെ ടോട്ടൽ പർച്ചേസസിന്റെ ഡെബിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. എത്രയാണ് എമൗണ്ട് ബാലൻസ്? ടോട്ടൽ വന്നിരിക്കുന്നത് 10,000. സോ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അടുത്തായിട്ട് പർച്ചേസസ്. പർച്ചേസസ് അക്കൗണ്ട് എക്സ്പെൻസ് ആണ്, ടോട്ടൽ ആണ്. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ 10,000. ഇനി അടുത്ത അക്കൗണ്ട് നോക്കിയേ, ഫർണിച്ചർ. ഫർണിച്ചർ അക്കൗണ്ട് ആണ് നമ്മുടെ അടുത്ത അക്കൗണ്ട്. ഫർണിച്ചർ നമുക്കറിയാം അസറ്റ് ആണ്. അസറ്റിന് എപ്പോഴും ഏത് ബാലൻസ് വരുള്ളൂ? ഡെബിറ്റ് അല്ലേ. പർട്ടിക്കുലേഴ്സ് ഫർണിച്ചർ അക്കൗണ്ടിന്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ എവിടെയാന്ന് നോക്കിയേ? ഡെബിറ്റ് സൈഡിലല്ലേ. ബാലൻസ് ബ്രോഡ് ഡൗൺ ഫർണിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അടുത്ത അക്കൗണ്ട് ഫർണിച്ചർ. ഫർണിച്ചർ അസറ്റ് ഡെബിറ്റ്. എമൗണ്ട് 2,000. വീണ്ടും അടുത്ത അക്കൗണ്ട് ഏതാണ്? സെയിൽസ് അല്ലേ. സെയിൽസ് എന്താണ്? ഇൻകം. നോമിനൽ അക്കൗണ്ട് ആണ്, ബാലൻസ് അല്ല, ടോട്ടൽ ആണ്. ഇൻകം ആയതുകൊണ്ട് എവിടെ മാത്രമേ എൻട്രി ഉള്ളൂ? ക്രെഡിറ്റ് സൈഡിൽ അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിന്റെ ടോട്ടൽ കിടപ്പുണ്ട്. എത്രയാണ്? 11,000. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അടുത്ത ഐറ്റം സെയിൽസ് അക്കൗണ്ട്. ഇൻകം ആണ്, ടോട്ടൽ ചെയ്തു. ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ 11,000. അടുത്ത അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് നമുക്കറിയാം അസറ്റ് ആണ് അല്ലേ. അസറ്റിന് എവിടെ വരുള്ളൂ ബാലൻസ്? ഡെബിറ്റ് സൈഡിലെ സ്വാഭാവികമായിട്ടും വരുള്ളൂ. ഈ ബാങ്ക് അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ബാങ്കുകാർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ. അക്കൗണ്ടിലുള്ളതിലും കൂടുതൽ ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാം. ഏതെങ്കിലും കേസിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് വരും. അല്ലാത്ത മിക്ക കേസിലും ബാങ്കിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ, ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ എവിടെയാന്ന് നോക്കിയേ? ഡെബിറ്റ് സൈഡിലാണ് അല്ലേ. അപ്പോൾ അടുത്ത അക്കൗണ്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. ഡെബിറ്റിന്റെ കോളത്തിൽ ബാലൻസ് 2,600. ദെൻ അടുത്ത അക്കൗണ്ട് നോക്കിയേ, സാലറി ആണ്. സാലറി നമുക്കറിയാം എക്സ്പെൻസ് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. ബാലൻസ് അല്ല, ടോട്ടൽ ചെയ്തു. ഇവിടെ ഒരു ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് സാലറിയുടെ എമൗണ്ട് എവിടെ കിടക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ. സോ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സാലറി. എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് കോളത്തിൽ. എമൗണ്ട് 400. ലാസ്റ്റ് അക്കൗണ്ട് നോക്കി, കമ്മീഷൻ. കമ്മീഷൻ ഇൻകം ആണ്, നോമിനൽ അക്കൗണ്ട്. ഇൻകം ആയതുകൊണ്ട് ബാലൻസ് അല്ല, ടോട്ടൽ. സോ ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉള്ളൂ.
പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ലാസ്റ്റ് ഐറ്റം കമ്മീഷൻ. കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ്സ് കോളത്തിലാണ് വരുന്നത്, കാരണം അത് ഇൻകം ആണ്. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് വന്നിരിക്കുന്നത്. എമൗണ്ട് 200. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യനിലെ ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് ലെഡ്ജറുകൾ ബാലൻസ് ചെയ്ത് ആ ബാലൻസുകളുടെ ടോട്ടലാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ട്രയൽ ബാലൻസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ട്രയൽ ബാലൻസ് എഴുതുന്നത് അക്കൗണ്ടുകളുടെ ബാലൻസ് വെച്ചാണ്. അപ്പോൾ റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഇതിനൊക്കെ ബാലൻസ് ഉണ്ട്. പെർമനൻ്റ് അക്കൗണ്ട്സിന്, നോമിനൽ അക്കൗണ്ടിന് ടോട്ടലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അസറ്റുകൾക്കെല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. വീണ്ടും ലയബിലിറ്റിക്കെല്ലാം എപ്പോഴും തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എക്സ്പെൻസുകൾക്കെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. ഇൻകത്തിനെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇനി എങ്ങനെയാണ് ഈ ട്രയൽ ബാലൻസ് എഴുതുന്നത്? അക്കൗണ്ട് നോക്കുക. അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോട്ട് ഡൗൺ എവിടെയാണ്? ബാലൻസ് ബ്രോട്ട് ഡൗൺ ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ? ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇനി നമ്മളിത് ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ചിലപ്പോൾ ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് എത്തട്ട് ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തോ ക്യാപിറ്റലിൽ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ ടാലി ആകത്തില്ല. അപ്പോൾ നമുക്ക് അരിതമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഈ ലെഡ്ജർ ഫോളിയോ കോളത്തോട് ചേർത്ത് എഴുതുക ടോട്ടൽ. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. രണ്ട് സൈഡും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 23,200 കിട്ടും. ഡെബിറ്റ് കോളത്തിൽ 23,200 ആണ് കിട്ടുന്നത്. ക്രെഡിറ്റ് കോളത്തിലും നോക്കുമ്പോൾ തന്നെ അറിയാം 23,200. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ടാലിയായി, ഈക്വലാണ്, ടാലിയായി. അതിനർത്ഥം നമ്മളൊന്നും റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടില്ല. പോസ്റ്റ് ചെയ്തപ്പോഴും യാതൊരു മിസ്റ്റേക്കും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സ് ആക്യുറേറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്യുന്ന സമ്മറൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട് ബാലൻസസ് പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് ടു ടെസ്റ്റ് ദ അരിതമെറ്റിക്കൽ ആക്യുറസി. ഇവിടെ ഇപ്പം ഈ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടലും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും എറർ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. പലതരത്തിലുള്ള എറേഴ്സ് ഉണ്ട്. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, അങ്ങനത്തെ പല തരത്തിലുള്ള എറേഴ്സ് ഉണ്ട്. ഏതെങ്കിലും വിട്ടുപോയാൽ, ഇനി കംപ്ലീറ്റ് വിട്ടുപോയാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് ജേണലിൽ നമ്മൾ ചെയ്തു. then അതിനെ ലെഡ്ജറിലേക്ക് ക്ലാസിഫൈ ചെയ്തു, അക്കൗണ്ട്സിലേക്ക്. പിന്നെ അതിനെ ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്യുമ്പോൾ റിയൽ അക്കൗണ്ടിനും അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഇതിനാണ് നമുക്ക് ബാലൻസ് ഉള്ളത്. അതായത് പെർമനൻ്റ് അക്കൗണ്ടിനാണ് ബാലൻസ് ഉള്ളത്. എക്സ്പെൻസും ഇൻകം, നോമിനൽ അക്കൗണ്ട് ടെമ്പററി അക്കൗണ്ടാണ്, അതിന് ബാലൻസ് അല്ല, അതിനെ നമ്മൾ ടോട്ടൽ ചെയ്യും. എന്നിട്ട് ആ ബാലൻസിൻ്റെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് ട്രയൽ ബാലൻസ്. ഇനി ഞാൻ പറഞ്ഞായിരുന്നു സമ്മറൈസിങ് ഫംഗ്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന 3 സ്റ്റേറ്റ്മെൻ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രയൽ ബാലൻസ്. ബാക്കി പോർഷൻ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയും. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് ഇൻക്ലൂഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആണോ ഇൻകം, ബിസിനസ്സിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. ദെൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ. അപ്പോൾ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പേര് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഫൈനൽ അക്കൗണ്ട്, ട്രയൽ ബാലൻസിൽ നിന്ന് ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിച്ച് ബാക്കി നമ്മുടെ കയ്യിൽ എന്തൊക്കെ അസറ്റുകളുണ്ട്, ലയബിലിറ്റി ഉണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ ട്രയൽ ബാലൻസിൽ നിന്ന് ഫൈനൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ കൺക്ലൂഡ്. താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഓൾ.